ഇന്നത്തെ വിഷയം പ്രോസ്റ്റേറ്റ് ആണ്. അപ്പം പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസും കൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെ പറ്റിയാണ്. ആദ്യമായിട്ട് ഡോക്ടറോട് ചോദിക്കാനുള്ളത് പ്രോസ്റ്റേറ്റ് എന്താണ്? ബേസിക്കലി പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ലേഡീസിൽ യൂട്രസ് ഉണ്ടല്ലോ, ഗർഭാശയം, അതിന് ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ പോലെയാണ്. അതിൻ്റെ ഒരു വേറൊരു അതിന് പകരമായിട്ടുള്ള ഒരു ഓർഗനായിട്ട് നമുക്ക് പ്രോസ്റ്റേറ്റിനെ കാണാം. കാരണം യൂട്രസിന് പകരം വേറൊന്നുമില്ല, പ്രോസ്റ്റേറ്റിന് പകരം ലേഡീസിൽ വേറൊന്നുമില്ല. ബാക്കിയുള്ളതിനെല്ലാത്തിനും തന്നെ അതിന് പകരമായിട്ടുള്ളതുണ്ട്. പക്ഷേ യൂട്രസിൻ്റെ പോലെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ മാത്രമല്ല പ്രോസ്റ്റേറ്റിന് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ വരും റീപ്രൊഡക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ലേഡീസിൽ വരുന്നത്. പക്ഷെ പ്രോസ്റ്റേറ്റിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസ്റ്റേറ്റിനകത്തുകൂടെയാണ് പുരുഷന്മാരിലെ മൂത്രനാളി പോകുന്നത്. അതുകൊണ്ട് ഈ മൂത്രമായിട്ടും മൂത്രാശയം അല്ലെ മൂത്രവിസർജനവുമായിട്ടും അതുപോലെ റീപ്രൊഡക്ഷനുമായിട്ടും വളരെ ക്ലോസ് ആയിട്ട് ലിങ്ക് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രത്യേകിച്ച് ഹോർമോൺ ആക്ടിവിറ്റീസ് അതിനകത്ത് വളരെ കൂടുതലായിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പം പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് സെക്ഷൽ ഫംഗ്ഷനെയും ബാധിക്കും, അതുപോലെ തന്നെ മൂത്ര വിസർജനത്തെയും ബാധിക്കും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.